ഹായ് ഗായ്സ്, വെൽക്കം ടു ഇത്ലോസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഈ സൺഡേ എന്ന് പറയുമ്പോൾ നോൺ വെജ് ഇല്ലാതെ സൺഡേ ഇല്ല. നിങ്ങളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു സൺഡേ ചിക്കൻ ആണെങ്കിൽ അടുത്ത സൺഡേ ബീഫ് മേടിക്കുമല്ലോ. സൺഡേ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ നോൺ വെജ് മേടിക്കാറില്ല. അതിപ്പോൾ സാറ്റർഡേ നമ്മൾ നോൺ വെജ് കഴിച്ചെങ്കിൽ കൂടെ ഞങ്ങൾ സൺഡേ എന്തെങ്കിലും നോൺ വെജ് മേടിക്കും കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ബീഫ് കറിയുടെ കോമ്പോ ചോറാണ് കേട്ടോ. ബീഫ് കറി എല്ലാവർക്കും അറിയാമല്ലോ, എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ചപ്പാത്തി, കപ്പ, അങ്ങനെ എല്ലാം, അപ്പം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ അടിപൊളി ബീഫ് കറി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിലോട്ടായിട്ട് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫിലോട്ടായിട്ട് ഈ വലിപ്പത്തിലുള്ള 2 സവാള മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. 2 തക്കാളി, 4 പച്ചമുളക്, 4 കഷ്ണം ഇഞ്ചി, ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു 4-5 തണ്ടോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ടീസ്പൂൺ, ഞാൻ ഉപയോഗിക്കുന്ന ടീസ്പൂൺ അതാ ഇരിക്കുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാനായിട്ടാണ് ഈ ചെറിയ ടീസ്പൂൺ ഉപയോഗിക്കുന്നത്. 1.5 ടീസ്പൂൺ മസാലപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീഫ് കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അതിലോട്ടായിട്ട് ഈ 4 പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കും കേട്ടോ. അതിന് ശേഷമാണ് ഞാനത് കുക്കറിലോട്ട് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ കുക്കറിൽ വേവുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് ബീഫ് കറി വെക്കുമ്പോൾ ഞാൻ അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. കായയോ കൂർക്കയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ ഇന്ന് ആഡ് ചെയ്യാൻ പോകുന്നത് കായയാണ്. കായ കഴുകി മാറ്റി ഒരു 2 ചെറിയ കായ. ഒരുപാട് കായ ചേർക്കണം എന്നില്ല. ഒരുപാട് കായ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കായയുടെ ടേസ്റ്റ് ആയി പോകും. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രത്തോളം വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മതി. കൂടുതൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബീഫിലൊക്കെ നെയ്യുണ്ട്, അതൊക്കെ ഉരുകി ഓയിൽ വരും. അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് ബീഫ് കറിയിൽ ചേർക്കേണ്ട കാര്യമില്ല. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഒരുപാട് മുരിഞ്ഞ് പോകണമെന്നില്ല കേട്ടോ. അതിലോട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സവാളയും കൂടെ നമുക്ക് ഈ ടൈമിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ സവാളയിലോട്ട് ഒരു ചെറിയ സ്പൂണ് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചേക്കാം. കുറച്ച് നേരം അടച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഈ ഒരു പരുവം മതി കേട്ടോ. കൂടുതലൊന്ന് അതിൻ്റെ ചുമന്ന കളറിലോട്ട് വരണമെന്നില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് പൊടികളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ടീസ്പൂൺ ഞാൻ കാണിച്ചിരുന്നല്ലോ. അതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ മല്ലിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില ആളുകൾ മുളക് പൊടി ആയിരിക്കും ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ മല്ലിപ്പൊടി രണ്ടാമത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബീഫ് കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അതിനുവേണ്ടി ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരുന്നവരെ, അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എത്രയാണ് മുളക് പൊടി എടുക്കേണ്ടതെന്ന്, അതുപോലെ എടുത്ത് നമുക്കിതിനകത്തോട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ 1.5 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളും കൂടെ ഒന്ന് നന്നായി മിക്സായി അതിലൊന്ന് പിടിക്കുന്നോടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്യത്തില്ല, കാര്യം അതിന് ഒരുപാട് ടൈം എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിരിക്കുന്ന 2 തക്കാളി ഇതിലോട്ട് നന്നായി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി മസാലകളൊക്കെ ഒന്ന് നന്നായി പിടിക്കുന്നതോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ആ മസാലക്കൂട്ട് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കായും ബീഫും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിനകത്ത് അധികം വെള്ളമൊന്നുമില്ല. കാര്യം ബീഫ് വേവിക്കാനായിട്ട് ഞാൻ അധികം വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ ഈ ബീഫ് കറി കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പരുവം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഈ ബീഫിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതോടും വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ അത് കുറച്ച് ചാറ് വേണ്ടത് കൊണ്ട് ഞാനാണെങ്കിൽ എപ്പോഴും ഈ നോൺ വെജ് കറികളിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതാകുമ്പോൾ ഡയറക്റ്റ് പച്ചവെള്ളം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യരുത്. വെള്ളം ചൂടാക്കിയിട്ട് മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നോടം വരെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിലോട്ട് അഡീഷണൽ വെള്ളം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടാക്കി വെള്ളം ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ചാറിൻ്റെ പരുവത്തിലോട്ട് മാത്രമായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിനി കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബീഫ് കറിയുടെ കോംബോ എന്ന് പറയുന്നത് ചോറാണ് കേട്ടോ. ഈ ബീഫ് കറി എന്തിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം. ചപ്പാത്തി, അപ്പം, കപ്പയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.